friends, welcome back to another video of Indian bike driving 3D. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. കാരണം ഈ ഏരിയയിൽ കുറച്ചാൾ മുമ്പ് ഒരു ബാറ്റിംഗ് നടന്നായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിറ്റിയിൽ ഏരിയയിൽ ഒരു ഫയറിങ് നടന്ന ഒരു ബിൽഡിങ്ങിൽ ആ ബിൽഡിംഗ് തീ പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ബിൽഡിംഗ് ആയിരുന്നു അത്. കൂട്ടുകാരനും ഒക്കെ ചേർന്ന് ആ ബിൽഡിങ്ങിനെ രക്ഷിച്ചായിരുന്നു. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണർ നമുക്ക് കുറേ രൂപ തന്നായിരുന്നു, മണി. അപ്പോൾ ആ മണി വെച്ച് നമ്മളൊരു എലിഫൻറ്റിനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എലിഫൻറ്റിനെ കാണുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം തന്നെ ആ തീ പിടിച്ച ബിൽഡിങ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് ഭയങ്കര സാഡായിട്ടുള്ള തിങ്ങായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ രക്ഷിച്ചു. ആൾക്കാർക്കൊന്നും അപകടം പറ്റിയില്ല. അത് ആൾക്കാർക്കും കുഴപ്പമൊന്നും പറ്റില്ല. നമ്മളും ഫയർ എൻജിനൊക്കെ ചേർന്നാണ് രക്ഷിച്ചത്. അപ്പോൾ ആ ബിൽഡിങ്ങാണ് ഞാൻ കാണിച്ചത് അടുത്ത് പോയിട്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കല്. അപ്പോൾ വളഞ്ഞു പോയി ആ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഈ റാമ്പിലൊന്നും നമുക്ക് റാമ്പ് ടെസ്റ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ബിൽഡിങ്ങാണ് ഈ ലിഫ്റ്റുള്ള ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൽ ലിഫ്റ്റൊക്കെ ഇപ്പോൾ വർക്കിംഗ് അല്ല, ഇപ്പോൾ ശരിയാക്കുവാണ്. തീ പിടുത്തത്തിൽ അത് ഇതായിപ്പോയായിരുന്നു, ചീത്തയായി പോയായിരുന്നു, ഡാമേജായി. ഓയ്യോ, ഒരു കാറ് വന്ന് നമ്മുടെ വണ്ടിയിലിടിച്ചു. നമ്മുടെ വണ്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടായിട്ടില്ലെങ്കിലും അപ്പോൾ നമുക്ക് വണ്ടിയുടെ കളറൊന്ന് മാറ്റാം. വെള്ള ആയതുകൊണ്ട് ഡാമേജ് കാണും. അപ്പോൾ ബ്ലാക്ക് ഇട്ട കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് ഇട്ട നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഏതാണെന്ന് അറിയാതിരിക്കും നിങ്ങൾക്ക്. കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ടാണ്. അവിടെയാണ് നമ്മുടെ ആന ഉണ്ടായി കിടക്കുന്നത്. നമ്മൾ ആനയെ മേടിച്ചതാണ്. നമുക്ക് അയാൾ കുറേ മണി തന്നായിരുന്നു, ആ ബിൽഡിങ്ങിൻ്റെ ഓണർ. ആ മണി വെച്ചാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പെട്രോൾ കുറവ്. അപ്പോൾ ഞാൻ ഈ പെട്രോൾ സ്റ്റേഷൻ, നമ്മുടെ പെട്രോൾ പമ്പിൽ കയറി കുറച്ച് പെട്രോൾ അടിക്കട്ടെ. കാരണം പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി മൂവ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ നമ്മുടെ ഫോർച്യൂണറാണെന്ന് തോന്നുന്നു, ആണോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ആദ്യം നടന്നു വരുന്നത് പെട്രോൾ അടിച്ചല്ലോ, വേറെ ആദ്യം നടന്നു വരുന്നു. അപ്പോൾ വേറെ പെട്രോൾ അടിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഞാൻ വഴിയൊക്കെ മറന്നുപോയി ഗെയിമിൽ. ഞാൻ ഇന്നാൾ നമ്മുടെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആരും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവിടെ ഞാൻ ആനയെ കെട്ടിയിട്ടേക്കോ, നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലല്ലോ. വണ്ടി ഒരു ബ്രേക്ക് ബെല്ലും ഒന്നും ഇല്ലാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുത്ത് തീർന്നോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോക്കാനും ആളില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം വിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ ദിവസമായിട്ട് പോകാനാണ്. കാരണം ആനയ്ക്ക് വയ്യായ്മകൾ ഉണ്ടാവാൻ കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വഴിയൊക്കെ നന്നായിട്ട് മറന്നു. കാരണം വഴിയെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവിടെ പോയാലാണ് അങ്ങോട്ട് എത്തുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ എത്തും. നമ്മുടെ പെട്രോൾ പമ്പ് ഇത് എനിക്കറിയാം. നമ്മുടെ യെല്ലോ ഹൗസ് ഉണ്ട്, അത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. അവിടെയൊക്കെ നമ്മൾ പോയി നമ്മൾ അവിടെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ജോലി എടുക്കുമ്പോൾ അവിടെ ആ കൂട്ടുകാരൻ സിമൻറ്റ് സാക്കൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അറിഞ്ഞുകൂടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എൻ്റെ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ആരോ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ ബൈക്ക് സ്പോൺ ചെയ്തു. ആരോ വിളിക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്ത് ഇയാൾ പറയുന്നതെന്ന് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആന മതവിളകി ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് പൊട്ടിച്ച് എല്ലാവരെയും ആക്രമിക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത് ആ കൂട്ടുകാരന് ഡ്രോൺ തന്നിട്ടിട്ടുണ്ട്, ഡ്രോൺ. അപ്പോൾ അത് നമുക്ക് RGS ടൂളിൽ കയറി ഡ്രോൺ എന്നടിക്കുമ്പോൾ അത് കിട്ടും. ഡ്രോൺ വേണമെങ്കിൽ ഡ്രോൺ എന്നടിക്കണം, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പോകുന്നത്? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആന മതമിളകിപ്പോയത് ഭയങ്കര പാടായിരിക്കും. ആന ഓടിയാലും നന്നായിട്ട് ഓടും. ആൾക്കാരെ ഇടിച്ചിട്ടാൽ പോലീസ് നമ്മുടെ അടുത്തായിരിക്കും വന്ന് ചോദിക്കുന്നു. നമ്മുടെ കാർ അവിടെ ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ബൈക്ക് എടുത്തത്. ഇത്രയും നേരം നോക്കിക്കൊണ്ട് പോയതാണ്. പക്ഷേ വേറെ 3 കാർ വന്ന് ഒറ്റ ഇടിച്ചു. അപ്പോൾ ഇനി നമ്മുടെ ഈ ആനയെ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചായിരുന്നു ആദ്യം ഒരു ആനപ്പാപ്പാനെ ജോലിക്ക് ഏൽപ്പിച്ചിട്ട് പിന്നെ ഒരു ആനയെ മേടിക്കാമെന്ന്. ഇപ്പോൾ ഇതെന്താണിത്? നമ്മൾ ഗ്രൗണ്ടിനെ പൊട്ടിച്ചകത്തോട്ട് പോകുന്നു. ഗ്ലിച്ചാണ് ഈ ഗെയിം, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ആന എവിടെയാണ്? നമ്മൾ ഇപ്പോൾ ഡ്രോൺ തന്നു വിട്ടത് നന്നായി. നമ്മളല്ലെങ്കിൽ വണ്ടി ഓടിച്ചെല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്തിപ്പോൾ ആകാശത്ത് നിന്ന് നോക്കി മനസ്സിലാക്കാമല്ലോ. നമ്മുടെ കൂട്ടുകാരൻ RGS ടൂളിൽ ലോഡ് ചെയ്ത് തന്നെയാണ് എന്തോ drone.com. അത് നോക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ എന്തോ സംഭവം വരുമെന്നാണ് കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ നോക്കുവാണ് എവിടെയാണ് എൻ്റെ ആന.
ഓ ഓ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്നു, നടക്കുന്ന ആന. ഇനി നമുക്ക് ഈ ഡ്രോൺ എല്ലാ ദിവസവും യൂസ് ചെയ്യാമോ? അപ്പോൾ ഡ്രോൺ ഞാൻ ഓഫ് ചെയ്തു. ആന നിൽക്കാനാ. അപ്പോൾ അതാണ് നമ്മുടെ ആന. ഒരു കുട്ടി ആന എന്ന് പറയാൻ പറ്റത്തില്ല, ആഫ്രിക്കൻ ആനയാണ്. നല്ല രൂപയായിട്ടുണ്ട് ഇതിന് പൈസയെ. അപ്പോൾ ഈ ആന ഇപ്പം ഞാൻ എന്തോ ചെയ്യും, ഞാൻ ഈ ബ്ലാക്ക് കളർ എൻ്റെ ആനയ്ക്ക് ഇഷ്ടമല്ല. എൻ്റെ കയ്യിലൊരു വടി കൊണ്ടുവരണമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ആദ്യം മേടിച്ചപ്പോൾ ഒരു വടി വെച്ചാണ് ഞാൻ എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ബ്ലാക്ക് കളർ എൻ്റെ ആനയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബാഗ് ഊരി വെച്ചത്. ഈ ആന അനുസരിക്കുന്നില്ല. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വെടി വെച്ചാൽ ആനയ്ക്ക് ജസ്റ്റ് ഒന്നും പറ്റുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഓ മൈ ഗോഡ്, ഞാൻ വെടി വെക്കണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോയി കമ്പെടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. ഈ വഴി എനിക്കിപ്പോൾ അറിയാം. ആന ഇപ്പോൾ ഓടുന്നു. ഞാനൊരു ബൈക്ക് സ്പോൺ ചെയ്തു, ബുള്ളറ്റ്. അയ്യോ, വെടി വെക്കണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ആന നിൽക്കി. അയ്യോ, ഇതിൽ മറ്റേ മൂടിട്ടുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, എന്നെ ഇടിക്കൂ ഭാഗ്യ. ഓ നിൽക്കി. ഓഫ്, ഇതെന്താണ് വെടി വെക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്കും ബെല്ലും ഇല്ല. ഇപ്പോൾ ആന ഓടുക, അല്ലെങ്കിൽ പതുക്കെ നമുക്ക് തള്ളിയായാലും കൊണ്ടുപോവാം. ഇപ്പോൾ ആന ഓടുവാണ്. ചിലപ്പോൾ ഇങ്ങനായിരിക്കും മതം ഇളകിയപ്പോൾ വന്നത്. അപ്പോൾ മതം ഇളകി ശാന്തമായപ്പോൾ മതം ഇളക്കുമ്പോൾ എവിടെയാണെന്ന് എന്തോന്നു തോന്നുന്നു. ഇതെന്താണ്? ഓ നമ്മൾ ഇടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഫെൻസസിൻ്റെ നമ്മുടെ പകുതി ബൈക്ക് ഫെൻസസിൻ്റെ അപ്പുറമാണ്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് നമ്മുടെ ഈ ആനയൊക്കെ ടൈം ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെ വിളിക്കുവാണ്. എനിക്ക് അവരുടെ നമ്പർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടൈം ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് അവർ ഈ ആനയെ ശാന്തമാക്കി കൊണ്ടുവരും. മതം ഇളകാതിരിക്കാനുള്ള മരുന്നൊക്കെ കുത്തിവെക്കും. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാം. ഓ മൈ ഗോഡ്, ലൈഫ് കുറഞ്ഞ് ചത്തുപോയാൽ നമ്മളുടെ കാര്യം തീരും. ഇതെന്താണ് ചേട്ടാ? ഇതെന്താണിത്? ഇയാൾ കുഞ്ഞു സ്ഥലത്തുനിന്ന് വീണാൽ തന്നെ ഭയങ്കര സൗണ്ടായിട്ടാണ് വീഴുന്നത്. അതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ. വല്ലാത്ത ഓവർ റിയേറ്റിംഗ് ആണ് ഇതിൽ. അപ്പോൾ നമ്മുടെ ബൈക്ക് എടുക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെയോ ചെയ്ത് ആനയെ ശാന്തമാക്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. അവർക്ക് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഓൾറെഡി അറിയാം. കാരണം ആനയെ മേടിക്കാൻ നേരം അവരെയൊക്കെ വെച്ചാണ് ഞാൻ വന്നത്. അവരെനിക്ക് ഓൾറെഡി നമ്പർ തന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ഗെയിമാണോ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഈ ഗെയിമിൽ തന്നെ കുറേ മോഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി പാർക്ക് ചെയ്യുവാണ്. ഇത് തന്നെ വേണോ? ഇതിൽ തന്നെ മോഡ്സ്, ഇതിൻ്റെ ആപ്സൊക്കെ ഉണ്ട്. ഇതേ ഗെയിം സ്റ്റുഡിയോയുടെ തന്നെ ആപ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് മോഡ്സ് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്തോ ഗെയിമാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ്. അവർ കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നാലേ അവർ കൊണ്ടുവരൂ. നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആന വന്നിട്ടുണ്ട്. അവർ വലിയ ഇതെന്താണ് ഗ്ലിച്ചടിച്ച് പോകുന്നത്. അവർ വലിയ ലോറി വന്നു. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ആന അങ്ങ് പെട്ടെന്ന് തള്ളി വിട്ട്. നമ്മൾ തള്ളത്തില്ലേ ചിലപ്പോൾ. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ബൈക്ക് വെച്ച് തള്ളിപ്പോൾ ആന ഇങ്ങനെ റേസിംഗ് കാർ പോലെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആനയ്ക്ക് ഇവിടെ കംഫർട്ടബിൾ അല്ല. എൻ്റെ വീട് കുഞ്ഞല്ലേ. അപ്പോൾ എനിക്കൊരു കാര്യമുണ്ട്. ആന എപ്പോഴെങ്കിലും നമ്മുടെ ഈ വീടിൽ നിന്ന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, കാണിച്ചു തരാം നിങ്ങൾക്ക് ഫ്രണ്ട്സ്. അപ്പം ഞാൻ നമ്മുടെ വീടിന് ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ ബുള്ളറ്റ്സ് ഇങ്ങനെ നിർത്തി വെച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരും പൈസ കൊടുത്ത് മേടിച്ചതെന്നല്ല. ഇതിൽ 1 എന്ന് പറഞ്ഞ കോഡ് അടിച്ച ബുള്ളറ്റ് കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടി മുമ്പിലോട്ട് നീക്കി വെക്കാം. കാരണം നമുക്ക് പോകുമ്പോൾ വണ്ടി എടുക്കണ്ടേ. കാറ് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു സാധാ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് ഒരു കാർ സ്പോൺ ചെയ്താൽ പോലെ. കാരണം ഇതൊക്കെ പാടാണ്. ഇതെന്താണ്? ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ പോലെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ആന ഇവിടെ വെള്ളം കുടിക്കാൻ പോകുന്നതാണ് അറിയത്തില്ല, പക്ഷേ ഇച്ചിരി പാടാണ്. ഞാൻ ഈ ആനയ്ക്ക് വെച്ച് അത് നമ്മുടെ റൈസ് കൈ വെച്ചിട്ടുണ്ട്. കുറച്ച് പുലാവ് ആനയ്ക്ക് കുറച്ച് കൊടുക്കാം. ആന ചോറ് തിന്നുമായിരിക്കും, അരിയൊക്കെ തിന്നുമോ ആന അറിയത്തില്ല. അപ്പോൾ ഞാൻ അരി കൊടുക്കും. അയ്യോ, എന്തിനാണ് കൊടുക്കുന്ന? ബട്ടൺസ് ഒന്നുമില്ല. അപ്പോൾ ഇടിക്കുന്ന സിമ്പിളിൽ കൊടുക്കണം ആണെന്ന് തോന്നുന്നു. കൊടുത്തു ഞാൻ കൊടുത്തു. അയ്യോ, ആന എന്നെ തള്ളിയെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ആന എന്നെ തള്ളി. ഞാൻ ചത്ത് ഇല്ല, ഭാഗ്യം. കുറച്ച് ലൈഫ് ബാക്കിയുണ്ട്. ആന എങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. ആനയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു. അവരേതോ മരുന്നൊക്കെ കുത്തി ശാന്തമാക്കി എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ പോയി കുറച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ വാഴപ്പഴമുണ്ട്, ബനാന, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ബനാന മേടിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ബൈക്ക് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കുറേ ബനാനാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ബനാനാസ് പോയി സ്പോണല്ല, നമുക്ക് അയാളുടെ നിന്ന് മേടിക്കാം. അയാൾക്ക് പണ്ട് ബനാനയുടെ ഒരു കൃഷിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏതോ ബിസിനസ്സാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് യെല്ലോ കളർ ഹൗസില്ലേ, നമ്മുടെ പോലത്തെ ഹൗസ്, അതിലാണ്.
അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും, നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, ഏത് ഗെയിമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ അതായിരിക്കും കളിച്ചിടുക. ഞാൻ കമൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തി ആ ടൈം ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് പറഞ്ഞത് എന്തോ മരുന്നൊക്കെ കുത്തി ശാന്തമാക്കി ഇനി ഇങ്ങനെ ആവത്തില്ലെന്നാണ്. പക്ഷെ നമ്മളെ പിടിച്ച് തള്ളി അത് കൊള്ളാത്ത ഫുഡ് കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാവേ, സ്ഥലം കുറവാണ്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഓയ്യോ ഞാൻ അറിയാതെ ചാടി കേട്ടോ. എന്താണ് പറ്റിയത്? ഇതൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ആ വണ്ടി അവിടെ ഞാൻ പെട്ടെന്ന് ചാടിയാലും നമ്മൾ ഇതിൽ ആ ഒരു ഹാഫ് ലൈഫൊക്കെ കുറയും. ഇതിപ്പോൾ കുറച്ച് ലൈഫ് കുറയാൻ പാടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടയറിൽ വീണു. വണ്ടി നമ്മുടെ തല വന്ന് ടയറിൽ ഇടിച്ച് ടയറിൽ കുടുങ്ങി ചത്തുപോയതാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മുടെ ആനയൊന്നും ഇവിടെ ഇല്ല. നമുക്കപ്പോൾ കുറച്ച് മിത്സ് നോക്കാം. മിത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ഗ്ലിച്ചസൊക്കെ ഇല്ലേ, ഗ്ലിച്ചസിൻ്റെ വീഡിയോ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോയിൽ ഇനി നമ്മളിപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഈ മിത്തിൻ്റെയൊക്കെ ഒരു സംഭവം നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ആന ഇവിടുന്ന് ഡിലീറ്റ് ആയിപ്പോയി. കാരണം ഗെയിം അപ്പം തന്നെ സേവ് ആവാൻ അടുത്ത വീഡിയോയിൽ ഞാൻ മിത്സ് ആയിരിക്കും കളിച്ചിടുക. അപ്പോൾ ഇതൊരു മിനി മിത്ത്, കുറച്ച് ഗ്ലിച്ചസാണ്. ആ ഗ്ലിച്ചസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ എന്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അല്ലേ? യെസ്, പോലീസ് സ്റ്റേഷനിലൊരു മിത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പോലീസുകാരൻ ഇവിടുന്ന് പോയില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പോലീസുകാരെ എല്ലാവരും കൊന്നായിരുന്നു. പോലീസുകാരെ അടിച്ചിട്ടപ്പോൾ അപ്പം തന്നെ ഡെഡായി. എനിക്ക് അറിഞ്ഞോളൂ ഈ പോലീസുകാരിപ്പോൾ ഒരാളേ ഉള്ളൂ. അയാളാണെങ്കിൽ എപ്പോഴും സ്പോണാകും, മറ്റേ ആൾക്കാരൊന്നുമില്ല. നമ്മൾ അവരുടെ മുഖത്തെല്ലാം സ്റ്റിക്കി ബോംബ് പൊട്ടിച്ചായിരുന്നു ഒരാൾ. പിന്നെ തൊട്ട് ഈ ഒരു പോലീസുകാരെ മാത്രം വരും. ഇയാൾ ഞാൻ തിരിയും ചെയ്യുമോ? ആൾ ഡെഡായി, കുഴപ്പമില്ല. നമുക്കപ്പോൾ നമ്മുടെ ഡ്രോൺ ഒന്ന് എടുക്കാം. ഡ്രോൺ എടുക്കാൻ ഡോൺ നടിക്കണം. ഡോൺ എടുക്കാൻ ഡോൺ ക്യാമറ ഓൺ എന്നടിക്കണം, DON. അത് പക്ഷേ ശരിയാവത്തില്ലല്ലോ. ഓ ഇതെന്താണിത്? നമ്മളെങ്ങോട്ടോ ഒക്കെ പോകുന്നു. നമ്മുടെ ഡ്രോണിന് പ്രാന്തായെന്ന് തോന്നുന്നു. ഇത്രയും പൊക്കത്തിൽ പോവും നന്നായിട്ട്. ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂട്ടൊക്കെ ഇതെന്താണ് ഇത്? നമ്മളെന്തോ വെള്ളത്തിൻ്റെ ഗ്രൗണ്ട് പൊട്ടിച്ച് വെള്ളവും പൊട്ടിച്ചകത്തുന്നു. ഈ ഗെയിമിലെ കുഴപ്പമാണ്, നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോയിട്ട് ബീച്ചിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മൾ പറ്റിയ വെള്ളച്ചാട്ടം പോലെ ചാടിപ്പോവും. ഞാനൊന്ന് കാണിച്ചു തരാവേ. അതാ ഈ ഏരിയ വെള്ളച്ചാട്ടം പോലെ ചാടിയിട്ട് നമ്മളിങ്ങനെ വീണുകൊണ്ടിരിക്കും. എന്ന് കരഞ്ഞുകൊണ്ട് വീഴും. പക്ഷെ നമ്മൾ താഴെ എത്തത്തില്ല. എത്ര കളിച്ചു ഇനി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എത്ര മണിക്കൂർ വെച്ചാലും നമ്മൾ താഴെ പോകത്തില്ല. ഒരു എൻഡില്ല ഇതിന്, ഡെഡ് ആവത്തതും ഇല്ല. അപ്പം എങ്ങനെയാണ് മേളിൽ പോകുന്നത്? അവിടെ കംപ്ലീറ്റ്ലി കുടുങ്ങിയ. ഇതിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്താൽ പോരെ നമ്മുടെ ഡോൺ? യെസ്, ഞാൻ ഡോൺ ഡിലീറ്റ് ചെയ്യാൻ നമ്മുടെ ആരോ ഞെക്കും. ഇനി ആരോ ഞെക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ പോവും. അപ്പോൾ ഒന്നും കൂടി ഡോൺ വിളിച്ചു ഞാൻ, കാരണം ഡോൺ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഡോൺ ക്യാമറ. ഇതാണ് നമ്മുടെ ജയിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു പോലീസുകാരനെ ഇതേപോലെ ചെയ്തിട്ടാണ് നമ്മളെ പിടിച്ച് ജയിലിലിട്ടത്. എന്തിനൊക്കെയാണ് ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയത്. ഇത് നമ്മുടെ ജയിലിൻ്റെ മേൽവശമാണ്. ഇതെന്താണ്? നമ്മൾ അകത്തോട് കയറുന്നു. ഇതെന്തോ ഇമ്പോർട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തോ ഇമ്പോർട്ടായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും. നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ RGS ടൂൾ എന്തോ ഡൗൺലോഡ് ചെയ്ത് തന്നപ്പോഴാണ് എനിക്ക് ഡോൺ കിട്ടിയത്. കുടുങ്ങിയോ? ഇല്ല. അപ്പോൾ ആ ഡോൺ വെച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഡോൺ RGS ടൂളിൽ ഏതോ ബട്ടൺ ഞെക്കുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ആവുന്നതാണ് എൻ്റെ ഫ്രണ്ട് കളിച്ച് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഡ്രോൺ എടുക്കണമെങ്കിൽ ഡോൺ നടിക്കാൻ. അപ്പോൾ നമ്മുടെ വീട് അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട്, പക്ഷെ ആൾക്കാരുടെ വീടുമൊക്കെ കുറവാണ്. അതാണ് ഒരു ഇരുണ്ട ഭാഗം, ഒരു നിഗൂഢത ആയ ഏരിയ പോലെ. ഇതെന്താണ്? നമ്മുടെ വീട്ടിൻ്റെ ഇത് വന്നപ്പോഴാണ് ഞാൻ വീട്ടിലെ കുറച്ച് ഗ്ലിച്ചസ് കാണിച്ചത്. വീട്ടിൽ വന്നപ്പോഴാണ് അത് ഓർത്തത്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോട്ടെ കേട്ടോ. നേരെ വീട്ടിലോട്ട് പോവാം നമുക്ക് ഫ്രണ്ട്സ്. അപ്പം ഞാൻ വീട്ടിലെത്തി. വീട്ടിലെ ഗ്ലിച്ച് മേലിലാണ്. താഴെ വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഫുള്ള് ഗ്ലിച്ചസ് ബസ്റ്റിംഗ് മിത്സ് ആൻഡ് ബസ്റ്റിംഗ് ഗ്ലിച്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലിച്ചോ മിത്സോ അറിയാമെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ പാട്ടായിട്ട് ബസ്റ്റിംഗ് മിത്സിൻ്റെ ഓരോ വീഡിയോ ഇടാം. അപ്പോൾ ഈ സാധനം കണ്ടോ? ഈ സാധനത്തിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു ഇൻവിസിബിൾ വാള് പോലെ, നമ്മളിങ്ങനെ ഇൻവിസിബിൾ വാളല്ല, തന്നെ നമ്മൾ ടെലിപ്പോർട്ടാവും. ഇതിൻ്റെയൊക്കെ പുറത്തൂടെ നടക്കണമല്ലോ. മനസ്സിലായെന്ന് അറിഞ്ഞോളാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഈ ഡംബൽ സ്റ്റാൻഡിൻ്റെ ഇത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഇങ്ങനെ ഈ പോർട്ടലായിക്കൊണ്ടിരിക്കും. നമുക്ക്
ഇതിൻ്റെയൊക്കെ പുറത്തോട്ട് നമ്മൾ ചാടി ചാടി നടക്കുമല്ലേ. ഇയാളെന്ത് ഇടിക്കുന്നത് എപ്പോഴും? അതാണ് എൻ്റെ പ്രത്യേകത. അതാ. അപ്പോൾ നമ്മുടെ അടുത്ത ഗ്ലിച്ച് ഇവിടാണല്ല, ഇവിടെ ഇതിൽ കൂടുകയല്ല, ഈ സൈഡിൽ കൂടാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കേട്ടോ, നമുക്ക് ഗ്ലാസിൻ്റെ അകത്തൂടെ അപ്പുറത്തോട്ട് എന്തോ ഇതെല്ലാം ഈ ഗെയിം ഇങ്ങനെയാണ്. എന്തോ ഈ ടെലിപ്പോർട്ടിങ് ഉണ്ട്. ഈ ഇൻവിസിബിൾ ഗ്ലാസ് ആണോ ഇത്? ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തടഞ്ഞു നിർത്തുന്നതല്ലേ, ഇത് ടെലിപ്പോർട്ടിങ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത ഇത് ഇതല്ല, ഗ്ലിച്ചിങ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതും പിന്നെ ഇവിടെ ഉള്ള ഒരു സംഭവം, ഇത് ഡമ്പലല്ലേ ഈ സാധനം, ഇതെന്തോന്ന് പറഞ്ഞൂടെ, എന്തോ ജിംനേഷ്യത്തിലെ ഐറ്റമാണ്. ഇത് കണ്ടിട്ട് നമുക്കിങ്ങനെ ടെലിപ്പോർട്ടായിട്ട് പോകും. ബാക്കി എല്ലാത്തിൻ്റെ പുറത്തോട്ട് നടക്കണം. അപ്പോൾ അതാ അടുത്തത് ഈ ഗ്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കുക. അപ്പോൾ അതാ ഇതിൽ കൂടി ചാടുമ്പോൾ അതാ കണ്ട നമ്മൾ ഇങ്ങോട്ട് ടെലിപ്പോർട്ട് മീൻസ് ഇവിടെ നമ്മൾ കുടുങ്ങി. ഓ മൈ ഗോഡ്. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്ത് ആദ്യം തൊട്ട് കളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബിലോ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് മോഡ് വേണം, എന്ത് സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനത് നിങ്ങൾക്ക് കളിച്ച് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറക്കല്ല്. പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ വേണം. ഈ ഗെയിമിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഓരോ ഇതിപ്പോൾ ഇതെന്താണ്, RGS ടൂളിൻ്റെ കുറച്ച് മിത്സ് ഉണ്ട്. അയ്യോ ഞാൻ ഡോണാണ്, ഫോണല്ല, ഡോൺ. അപ്പോൾ നമുക്ക് ഡോൺ വെച്ച് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാവരും ഒന്ന് എടുത്ത് കാണുക. നമ്മളെ കാണുന്നില്ല അവിടെ നിന്നുകൊണ്ട്, അതെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ വീട് ഇതാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറാം. പറ്റും. ഇതെന്താണ്, ബിൽഡിങ്ങിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല, ചുമ്മാ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഏത് ഗെയിമാണ് വേണ്ടേ, എങ്ങനത്തെ ഗെയിമാണ് വേണ്ടേ, നിങ്ങൾക്ക് ഏത് ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെങ്കിലും താങ്ക് യു.